ഞാനേ ഈ സ്ത്രീകളെ സൂചിപ്പിക്കാൻ തീരുമാനിച്ചു. വൈറ്റിലയിൽ കടമുറികൾ വാടകയ്ക്ക്. ഒരു കടമുറി എടുത്ത് കച്ചവടം ചെയ്തതിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. കോട്ടയം ഐമനത്ത് റബ്ബർ തോട്ടം വിൽപ്പനയ്ക്ക്. പിന്നെ അവിടം വരെ പോകാനുള്ള വണ്ടിക്കൂലിക്ക് അവിടെ നിന്ന് കാശുണ്ടാക്കും. പാലാരിവട്ടത്ത് റൗണ്ടിനോട് ചേർന്ന് 3 നില കെട്ടിടം വിൽപ്പനയ്ക്ക്. ഇത് മാത്യുവിൻ്റെ കെട്ടിടമല്ലേ? പാവം, അവൻ്റെ 50,000 മേടിച്ച് വിറ്റു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ നടന്നിട്ടില്ല. അവന് മനസ്സിലായി എന്നെക്കൊണ്ട് നടക്കത്തില്ല എന്ന്. പത്രത്തിൽ പരസ്യം കൊടുത്ത് അത് നടക്കുമെന്ന് മനസ്സിലായി. മാറ്റി എങ്ങനെയാണ് പറയാൻ പറ്റില്ല. അവൻ ഏത് നിമിഷവും കയറി വരും. ഇരുന്നിട്ട് കാര്യമില്ല. കോളിംഗ് ബെല്ലടിച്ചവൻ എന്തായാലും എത്ര നേരം കഴിഞ്ഞാണ് തീർന്നു പോയി. ബാങ്കുകാരനാണോ പലിശക്കാരനാണോ എന്തോ. ഫേസ്ബുക്ക് നോക്കി കണ്ണിന്റെ ഫിലമെന്റ് ഒക്കെ അടിച്ചു പോയി. ആരെങ്കിലും അവിടെ നോക്കാം. നീയായിരുന്നു. ഇതാണ് മുന്നറിയിപ്പൊന്നുമില്ലാതെ രാവിലെ. മുന്നറിയിപ്പൊക്കെ തന്നിട്ട് വരാൻ ഞാൻ തോന്നുന്നു CM ആണ്. ഭയങ്കര ഡയലോഗാണല്ലോ രാവിലെ. അല്ല, എന്ത് പറ്റി പതിവില്ലാതെ ഇങ്ങനത്തെയൊക്കെ ചോദ്യങ്ങൾ? എന്റെ പൊന്നളിയെ ചോദിച്ചു പോയി. കോളിംഗ് ബെല്ല് കേൾക്കുമ്പോ പേടിയാണ്. അതുകൊണ്ട് അത് പോട്ടെ, ക്ഷമി. ഞാനൊരു ബിസിനസിനെ പറ്റി സംസാരിക്കാൻ വന്നതാണ്. താല്പര്യമുണ്ടോ ചെയ്യാൻ? എന്ത് ബിസിനസ്? ചെയ്യുമ്പോൾ സുഖമുള്ളതും വരുമാനം കിട്ടണതുമായിട്ടുള്ളൊരു ബിസിനസ്. എങ്ങനെ? ചെയ്യാൻ സുഖമുള്ളതും വരുമാനം കിട്ടണതുമായ. എന്റെ അനുഭവത്തിലേ സുഖമുള്ളതിനൊക്കെ വരുമാനമല്ലോ, ചെലവാണല്ലോ. നിന്റെ അനുഭവം എല്ലാം എഴുതിക്കളെ. സാധാരണഗതിയിൽ ആദ്യം വരുമാനം വരും, പിന്നെ സുഖം വരും, അങ്ങനെയല്ലേ? ഇതാദ്യം സുഖം വരും, പുറകെ വരുമാനം വരും. സംസാരിക്കാം അളിയ. ഒന്ന് ബോഡിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ടല്ലോ. പഞ്ഞിക്കല്ല് പോലെ, പഞ്ഞിക്കെട്ട് പോലെ. അളിയൻ എന്തുവാ മറ്റേ കാര്യം പറഞ്ഞു. എടേ, ഇവിടെ 2 കസേര കിടക്കയില്ലേ? എന്നിട്ട് നിനക്ക് എൻ്റെ ഒക്കത്തെ ഇരിക്കാൻ പറ്റും? നമ്മളൊന്നല്ലേ അളിയ, കാര്യം പറ. അതൊക്കെയാണ് കാര്യം പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ എവിടെയെങ്കിലും വന്നിരി. അയ്യോ, അളിയനൊന്നും ആകെ ചൂടിലാണല്ലോ മൊത്തത്തിൽ. എന്തോന്ന് പറയാ? ബിസിനസ് നമ്മൾ ഇതല്ലേ ചർച്ച ചെയ്തുകൊണ്ട് പോകുന്നത്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. എന്റെ ഭാഷയ്ക്കൊക്കെ ഒരു ശുദ്ധി വന്നതുപോലെ. ഭാഷയ്ക്ക് ശുദ്ധി അന്നും ഇന്നൊക്കെ ഒരുപോലെ അല്ലേ. നമ്മൾ എന്തെങ്കിലും ഫ്രണ്ട്സ് അങ്ങോട്ട് കൂടെ പറയുമ്പോൾ ഒരു വാചകം മാറും, ചെറിയതങ്ങ് മാറും. ആളിനതൊക്കെ ഞാൻ അവിടെ വന്നു കയറിയപ്പോ നീ എന്റെ അടുത്ത് എന്തോന്ന് ചോദിച്ചത്? എന്തൊരു മുന്നറിയിപ്പും ഇല്ലാതെ വരാത്ത. അതൊരു സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ കണ്ടപ്പോ ചോദിച്ചല്ലേ. എന്റെ കയ്യിൽ എന്തുവാ? ഇവിടെ ആരുമില്ലടി. അത് എങ്ങനെ ഫ്രണ്ട്സ് അല്ലേ അളിയാ? അല്ലല്ല, അങ്ങനെയല്ല. എന്റെ കയ്യിൽ ഇപ്പൊ ഒരു പ്ലാൻ ഉണ്ട്. അതെന്താണെന്ന് നിനക്കറിയണം. അതിനു വേണ്ടിയല്ലേ നീ ഇങ്ങനെ താഴ്മയായിട്ടിരിക്കണത്? ബിസിനസ് നമ്മൾ ഒരുമിച്ചല്ലേ ചെയ്യണത്. ആളി ഡിസ്കസ് ചെയ്തല്ലേ അത് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് പറയാൻ പറ്റും. ഒരുമിച്ചാണോന്നൊന്നും ആലോചിച്ചിട്ടില്ല, നോക്കാം. അളിയനല്ലേ ഇതിന്റെ ആണിക്കല്ല്, ബോൺ ബാക്ക് ബോൺ. പറ. അങ്ങനെയൊന്നും അല്ല നീ പറഞ്ഞോണ്ടിരുന്നത്. ഞാൻ കേസിന്റെ വക്കീലാണ്, ഞാൻ കുടുംബം കലക്കിയാണ്. ഓരോ കുടുംബത്തിന്റെ അതും കയറി ഞാൻ തമ്മി പിരിപ്പിച്ചിട്ട് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കണവനാണ് എന്നൊക്കെയല്ലടാ നീ പറഞ്ഞത്. ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ആരെ ഈ പരദൂഷണൊക്കെ പറയും. ഞാൻ അളിയനെ കുറിച്ച് ഹൈക്കോർട്ട് വക്കീലാണ്, കേരളത്തിൽ തോക്കണ കേസിനൊക്കെ അപ്പീൽ പോകുമ്പോൾ അളിയനാണ് സുപ്രീം കോടതിയിൽ വിളിക്കുന്നതൊക്കെ. മറ്റേ നിങ്ങളുടെ ബിജു വക്കീലില്ലേ, അവരോട് പറഞ്ഞേ. ഹൈക്കോർട്ട് വക്കീല് അളിയൻ. ഒന്നും കൂടെ എന്ത് ആണല്ലോ. പിന്നെ എന്താണ് ജെകെ അല്ലേടി? ജെകെ നമ്മുടെ ഫാമിലി മെമ്പർ അല്ലേ? അതിന് പ്രത്യേകിച്ച് ഗസ്റ്റ് വല്ലതും ആണോ? പക്ഷെ എന്നാലും പ്രത്യേക പരിസ്ഥിതിയിൽ കൊടുക്ക്, അളിന് ചായ കൊടുക്ക്. കുടിച്ചാ മതി. കുടിച്ചോ? ഇടി, എനിക്ക് ചായ വേണമെന്നില്ലായിരുന്നു. അല്ല കുഴപ്പമില്ല, ഞാൻ ജെകെക്ക് വേറെ ഇട്ട് കൊടുക്കാം. അല്ല, ജെകെക്ക് നല്ല ചായ ഇട്ട് കൊടുക്കാൻ. എന്നാ നീ ജെകെക്ക് പെട്ടെന്ന് ചായ ഇട്. ചെല്, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കട്ടെ. അല്ല, നിങ്ങൾ വല്ല ബിസിനസ് കാര്യം സംസാരിക്കാണോ? എന്റെ പൊന്നു ജെകെ, ഇങ്ങനെ കൊണ്ട് പണിയെടുത്ത് ജീവിക്കാനൊന്നും പറ്റില്ല. അത് ആദ്യം മനസ്സിലാക്ക്.
വെറുതെ എന്തിനാ സമയം കളയണത് സംസാരിച്ചിട്ട്? നീ പെട്ടെന്ന് ജാക്കി ചായ കൊണ്ടു അതൊക്കെ ഞാൻ എടുത്തു കൊടുത്തോളാം. വെറുതെ ആവശ്യമില്ലാത്ത കാര്യം ആ സീരിയസ് സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് തമാശ കളിച്ചോണ്ട് ഞാൻ സീരിയസ് ആയിട്ട് സംസാരിച്ചു. അളിയ അവള് പനിക്കുമ്പോ പെട്ടെന്ന് പറ അളിയ കാര്യങ്ങള് ബിസിനസ് പറ. എടാ ഞാനത് അയച്ചിട്ടുണ്ട് വാട്സാപ്പിൽ, നീ നോക്ക്. ആണോ വാട്സപ്പിൽ അയച്ചാ? ഞാനത് രാവിലെ പത്രം നോക്കിയിരുന്നതുകൊണ്ട് വാട്സാപ്പ് നോക്കിയില്ല, ഒരു സാധനം നോക്കിയിട്ടില്ല. വിദേശ രാജ്യങ്ങളിൽ ഹഗ് ചെയ്യുന്ന പുരുഷന്മാരെ തേടുന്ന വനിതകൾ. ഓരോ ഹഗ്ഗിനും 600 രൂപ വെച്ചാണ് പുരുഷന്മാർ ഈടാക്കുന്നത്. അളിയ ഈ പടത്തിൽ കാണുന്ന പെണ്ണുങ്ങളൊക്കെ തന്നെ വരും അളിയ. എടാ ഇത് വിദേശ രാജ്യത്തിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ സാധനം ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യണം. കൊള്ളാനളിയത് കൊള്ളായിരിക്കും, കാരണം ഐഡിയ എന്റേതാണ്. കാര്യം ഞാൻ ആലോചിക്കുന്നത് അളിയ, എന്തുകൊണ്ട് ഈ ബിസിനസ് എനിക്ക് നേരത്തെ തോന്നിയില്ല എന്നുള്ളതാണ്. എടാ നിനക്ക് തോന്നൂല, നിനക്ക് കുറ്റം പറയാൻ മാത്രമേ അറിയാവൂ. പിന്നെ ഞാനിത് നിനക്ക് ഹാൻഡ് ഓവർ ചെയ്യണം എന്തിനാണെന്നറിയാമോ? എനിക്കിപ്പോൾ അത്യാവശ്യം കേസൊക്കെ ആയിട്ട് സമയമില്ല, അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇത് ഏൽപ്പിക്കുന്നത്. അളിയ ഹൈക്കോടതി വക്കീലല്ലേ, നമുക്കറിയാലോ തിരക്കുണ്ട്, അതൊക്കെ എനിക്കറിയാം. പക്ഷെ നീ ചെയ്തു വരുമ്പോൾ ഇതിൻ്റെ ഒരു 40% എനിക്ക് വേണം, കാരണം ബിസിനസ് ഞാനാണേ കൊണ്ടുവന്നത്. ഇത് ഒരുമാതിരി 2 പൂവാണല്ലോ അളിയ. പോട്ടെ, എന്നാലും കുഴപ്പമില്ല. ഈ കച്ചവടം നമുക്ക് ഉഷാറാക്കി. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, നമുക്കൊരു സുഖവും വരുമാനവും, അവർക്കൊരു സ്ട്രെസ് റിലീസ്. അതെ, ഇതിൽ വേറെ ഒരു ബിസിനസ് ഉണ്ടോ അളിയ? എടാ അതല്ലേ ഞാൻ കൊണ്ടുവന്നത്. അതായത് ഈ പുരുഷന്മാര്, അതായത് ഇവിടുത്തെ സ്ത്രീകൾക്ക് ഒരു പുരുഷ മമ്മി ഇല്ലേ? പുരുഷ മമ്മി. അതെ, പുരുഷ മമ്മിയാ? പുരുഷ മമ്മി എന്ന് പറയാൻ പറ്റില്ല, ആണല്ലേ ഇപ്പൊ മമ്മൻ. മമ്മൻ, കേരള മമ്മൻ കൊള്ളാലോ, അടിപൊളി ബ്രാൻഡ് നെയിം അളിയാ, കേരള മമ്മൻ. നമ്മുടെ ബിസിനസ്സിന് ബ്രാൻഡ് നെയിം കിട്ടിയളിയാ. കേരള മാമൻ. മാമൻ അല്ലടാ, മാമി. ഈടാ മമ്മി, മമ്മിയുടെ ആണ് മമ്മൻ. എടാ മമ്മിയുടെ ആണ് ഡാഡി. അത് നീ എന്തോന്ന് വെച്ചാൽ ചെയ്യ്, എത്രയും പെട്ടെന്ന് ഇത് ഇംപ്ലിമെന്റ് ചെയ്യണം. റീജേ, നീ എന്തിനാ അവളെ വിളിക്കണത്? എടാ നീ ചെയ്യടാ. അവളില്ലാതെ അവക്കടെ പെർമിഷൻ ഉണ്ട് ഒരു കാര്യം നടക്കൂല. എല്ലാം പെർമിഷൻ എടുത്തിട്ടാണോ ചെയ്തത്? എന്റെ കയ്യിൽ 10 പൈസ ഉണ്ട്. അതുകൊണ്ടാണ് പറയണത്, സ്വന്തം കാലിൽ നിൽക്കണമെങ്കിൽ ഇതുപോലുള്ള ബിസിനസ് ചെയ്യും. നമ്മൾ ചെയ്യും, തകർക്കും നമ്മള്. റീജേ ഒന്ന് വാ, ഇവിടെ വലിയൊരു സംഭവം വന്നിക്ക, നീ വേഗം വന്നേ. ചായ തിളയ്ക്കാനുള്ള സമയം തരാൻ പറ്റില്ലേ? അതൊക്കെ തിളച്ചില്ലേലും കുഴപ്പമില്ല. ചേക്കണ്ടല്ല, വലിയ ബിസിനസ് ആയിട്ടാണ് വന്നേക്കുന്നത്, വമ്പൻ ബിസിനസ് ഐഡിയ ആണ്. താങ്ക് യു. അതെ, നിങ്ങളുടെ ഇതിനു മുമ്പത്തെ വമ്പൻ ബിസിനസ് ഐഡിയാസ് ആണ് നമ്മളെ കുത്തുപാള എടുപ്പിച്ചത്. എടി ഇത് അതുപോലെയല്ല, ഇതൊരു ഇന്റർനാഷണൽ ഐഡിയ ആണ്, എവിടെയും വർക്കൗട്ട് ആവും. റീജ പേടിക്കണ്ട, അതെ, ഈ ബിസിനസ് ഐഡിയ എന്റേതാണ്. അപ്പൊ തന്നെ അതിന്റെ ഒരു ഇന്റലക്ച്വൽ മനസ്സിലാവുമല്ലോ. ഈ ഇന്റലക്ച്വൽ ലെവൽക്കാരനെ എന്റെ പപ്പയുടെ 17 ലക്ഷമാണ് പൊട്ടിപ്പോയത്. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല, പക്ഷെ ഞങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട്. എടി അതൊക്കെ ശരിയാവുന്നേ. ഇത് എന്റെ റീജ ഒരു ബിസിനസ് ആവുമ്പോ അങ്ങനെ തന്നെയാണ്. അതെ, വരും പോകും അങ്ങനെയൊക്കെ തന്നെയാണ്. അതെ, ഈസി അല്ലേ? ഈ പോവല് മാത്രമല്ലേ വരണ്ട് കാണാനില്ലല്ലോ. എന്തേ പുതിയ ബിസിനസിനെ പറ്റി നിങ്ങൾ സംസാരിച്ചു. നിങ്ങൾ തമ്മിൽ വെറുതെ ആവശ്യമില്ലാതെ വഴക്ക് കൂടല്ലേ. ഇത് വർക്കൗട്ട് ആണ് സാധനമാണ്. എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കേട്ടാലാണ് മനസ്സിലാവുള്ളത്. എനിക്ക് ഒരു താല്പര്യമില്ല, എന്നോട് ഈ കാര്യം സംസാരിക്കാൻ വേണ്ട. വേണ്ട, എനിക്ക് ഒന്നും കേൾക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയണെന്ന് കണ്ട ഇപ്പൊ എങ്ങനെ ഇരിക്കണം? എടാ നിന്റെ ഭാര്യ ഒലക്കാരെ നിനക്ക് ബിസിനസ് ഉണ്ടാക്കാൻ പറ്റൂന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എങ്ങനെ ഇരിക്കണം? ഹോട്ടലേ ചൂടാവല്ലേ, താഴേക്കോ. ഞാൻ പറയണേ, അവളെ കുറ്റം പറയാൻ പറ്റില്ല അളിയ. അവള് പറയണില്ല, എന്തെങ്കിലും തെറ്റുണ്ടോ? കോഴി കച്ചവടത്തിന് 2 ലക്ഷം രൂപ, പോത്ത് കച്ചവടത്തിൽ 5-6 ലക്ഷം രൂപ, പിന്നെ അമ്മന്റെ പോർട്ടിൽ നിന്ന് മീനിറക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ട് അതിന് 3-4 ലക്ഷം രൂപ അത് പോയി. 25-50 ഒക്കെ വെച്ചിട്ട് വേറെ അവക്കടെ പപ്പടെ കാശല്ലേ ഇറങ്ങുന്നത്, നമുക്ക്. എടാ നീ പറയണ കേട്ടോ, തോന്നുന്നു എല്ലാ കോടീശ്വരന്മാരും ആദ്യം തന്നെ അങ്ങ് കയറി വന്നതാണെന്ന്. ഇങ്ങനെയൊക്കെ സ്ട്രഗിൾ ചെയ്ത് തന്നെ എല്ലാരും വന്നത് ആണ്. അതെനിക്ക് അളിയന് പറയാലോ, അവളെ പറഞ്ഞ് മനസ്സിലാക്കണം. നീ ഒരു കാര്യം മനസ്സിലാക്കണം, അങ്ങോട്ട് കൂടെ തർക്കിച്ച് നിന്നിട്ട് കാര്യമില്ല, പോയി എങ്ങനെയും കൺവിൻസ് ചെയ്യാം. വാ, നീ ചെന്ന് കൺവിൻസ് ചെയ്യ്. അളിയാ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് കാര്യമില്ല. അതായത് നമുക്ക് ഒരുമിച്ച് പോയി കാല് പിടിച്ചിട്ടാണെങ്കിൽ അതൊന്ന് തീരുമാനാക്കാം. ഞാൻ അവളെ കാല് പിടിക്കാം. അയ്യോ എടാ നിനക്ക് ഐഡിയ ഞാൻ തരണം, നിന്റെ ഭാര്യയുടെ കാല് പിടിക്കണം. അളിയൻ കാല് പിടിക്കണ്ട, കാല് പിടിക്കണ കാല് ഞാൻ ചെയ്തോളാം. അളിയനൊന്ന് കൂടെ നിൽക്കണം, സപ്പോർട്ട് ചെയ്ത് തന്നാലേ നടക്കുള്ളൂ. അളിയാ ഈ മാറ്റി വെച്ചിട്ട് വന്നാൽ കാര്യം നടക്കും. വാ അളിയാ, ചെല്ല്, ഞാൻ വരാം. വാ അങ്ങോട്ട് വാ. നീ പോയി പറ. വെള്ളം ഒഴിച്ച് അതുവരെ ഇവിടെ നിൽക്കണം, പറയണം അങ്ങോട്ട്. അളിയൻ പറയും.
അത് ഇത്തിരി കൂടെ പതുക്കെ വിളിക്കാം. റീജ, ഞാനേ ഈ സ്ത്രീകളെ സൂചിപ്പിക്കാൻ തീരുമാനിച്ചു. അത് പറയണ്ടല്ലേ. എടി, ചൈനക്കാര് പയ്യന്മാരെ ലക്ഷക്കണക്കിന് രൂപയാണ് ഉണ്ടാക്കണത്. എനിക്ക് എന്തുകൊണ്ട് ഉണ്ടാക്കുക? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വരുമാനം വേണ്ടേ? ചൈനക്കാര് പയ്യന്മാരെ നേരെ അനങ്ങിയിട്ടാ കാശ് ഉണ്ടാക്കണം. ആണുങ്ങളായ ശരീരം അനങ്ങിയിട്ടാണ് കാശ് ഉണ്ടാക്കുക. മനസ്സിലാവും? റീസ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാനും കൂടി ഈ ബിസിനസ് പങ്കാളിയാണല്ലോ. അതെ, താങ്കളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യണ്ട. ഇത്രയും കാലം ഞാൻ കണ്ടു കുറെ ബിസിനസ് ഐഡിയയില് പറഞ്ഞോണ്ട് വന്നത്. ഇതൊക്കെ നടത്തുമ്പോ ഇയാളല്ലേ മുന്നിൽ നിൽക്കുന്നത് അല്ലേ? കാശ് പോണത് ഇയാളുടെ അല്ലേ? അപ്പൊ ഇയാള് പറയണം. അതായത് ഈ പ്രയാസം അനുഭവിക്കുന്ന സ്ത്രീകളുണ്ടല്ലോ, അവരുടെ പ്രയാസം മാറ്റി കൊടുക്കാൻ തീരുമാനിച്ചു. അതാണ് ബിസിനസ്. ഒരു ഭാര്യയുടെ മുഖത്തേക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് നിങ്ങൾ ഈ പറഞ്ഞത്. എന്തോന്നാടാ നീ പറയണത്? കാലം തല്ലിടിച്ച് മുക്കിക്കൊണ്ടിടും ഞാൻ. നിങ്ങൾക്ക് നാണോ മാനൊന്നുമില്ല ഇമാരി ഐഡിയ ആയിട്ട് പറഞ്ഞു കൊണ്ടുവരാനായിട്ട്. വിചാരിക്കും പോലെ അല്ല, എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഇപ്പൊ ചൈനയിലും ജപ്പാനിലും ഒക്കെ സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്ന ബിസിനസ്സാണ്. ഈ വൃത്തിയുടെ ബിസിനസ്സാ? അല്ല, ഇവിടെ ഒന്ന് പറഞ്ഞു കൊണ്ടേ. എടി, എന്തൊക്കെയാണ് നീ ഉദ്ദേശിക്കുന്നത്? ഞാൻ എന്താ പറയാൻ വന്നത്? നിങ്ങൾ പറയണതല്ല പ്രശ്നം, ഞാൻ ഉദ്ദേശിക്കുന്ന പ്രശ്നം അല്ലേ? എടി, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ജോലിയാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. നിങ്ങൾക്ക് എന്താ തനിക്ക് ഓണാണോ മനുഷ്യ? എടി, ഇഷ്ടം പോലെ സ്ത്രീകൾക്ക് ടെൻഷൻ ഉണ്ട്. ചൈനയിലുണ്ട്, കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്. എന്ത് മോശമാണ്? പറയണ മനസ്സിലാക്കുക. അതായത് അവരെ ഹഗ് ചെയ്തിട്ട് അവരെ സുഖിപ്പിച്ചിട്ട് റിലാക്സ്, സ്ട്രെസ് കുറയ്ക്കാനാണ്. വരുമാനം കിട്ടും, വരുമാനം ഉണ്ടാവും. ഇവിടെ എന്താ ഈ പറയുന്നേടി? ഞാൻ ഒരു ഐഡിയ പറഞ്ഞാണ്. ഇതൊന്നും കാണിച്ചു കൊടുക്കളിയാ, കാണിച്ചു കൊടുക്ക. ഇത് വായിച്ച് മനസ്സിലാക്ക്. ഓ, ഇതാണോ? ഈ ന്യൂസ് ഞാനും കണ്ടതാ. എളുപ്പമായി. അതായത് ഹഗ് ക്ലിനിക് അല്ലേ? വിദേശ രാജ്യങ്ങളിലുള്ള പെണ്ണുങ്ങൾക്കൊക്കെ മറ്റേ സ്ട്രെസ് കൂടുമ്പോ ഹഗ് തെറാപ്പി ചെയ്യാറുണ്ട്. ഓപ്പോസിറ്റ് സെക്സിലുള്ള ആൾക്കാർ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി അല്ലേ? ടെൻഷൻ മുഴുവൻ പോകും. അത് ചെയ്യുമ്പോ മറ്റേ അവരുടെ ഓക്സിറ്റോസിൻ കൂടും, കോർട്ടിസോൾ കുറയും. അപ്പൊ അതുവഴി സ്ട്രെസ് കുറയും. നല്ല ബിസിനസ് ആണ്. പക്ഷേ അതിനൊരു പ്രശ്നമുണ്ടല്ലോ. ചെന്ന് ചോദിക്കടാ, എന്റെ അടുത്ത് ചോദിക്കുന്നു. അല്ല, ഞാൻ ഒറ്റയ്ക്ക് പോയി ശരിയാവില്ല. അളിയ നീ വാ. രക്ഷപ്പെടാൻ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തിരുന്നാലും. അല്ല, എന്താ പ്രശ്നം? അതായതേ ഈ കണ്ണുകൊണ്ട് വരെ നോക്കി റേപ്പ് ചെയ്യുന്ന ആണുങ്ങളുള്ള സ്ഥലം അതെ. അപ്പൊ അവിടേക്ക് ഒരു പെണ്ണ് എങ്ങനെയാ അത്ര ധൈര്യത്തിൽ കയറി വരിക എന്നുള്ളതാണ്. ഈ ബലാത്സംഗം എന്ന് പറഞ്ഞാൽ ആണുങ്ങളുടെ കുത്തകയൊന്നുമല്ല. സ്ത്രീകള് ആണുങ്ങളെ ബലാത്സംഗം ചെയ്തിട്ടില്ല. ഒരുപാട് കേസ് ഇപ്പം കോടതിയിലുണ്ട്. ഉണ്ട്. ഞാൻ ഈ ജെൻഡർ പറയുന്നല്ല, ആണുങ്ങൾ പെണ്ണുങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഒന്നല്ല. നമ്മുടെ ഒരു സോഷ്യൽ അറ്റ്മോസ്ഫിയർ ഇതിന് മാച്ച് അല്ലേ എന്നൊരു ഡൗട്ട്. ഒരു കൾച്ചർ വ്യത്യാസം ഉണ്ടെന്നേ, പ്രവർത്തിക്കാവാൻ ചാൻസ് കുറവാണ്. ഇതേ സംഭവം എന്താ പറയാ, ഈ ചൈനയിൽ ഇരിക്കുന്ന ഒരു 18 വയസ്സുള്ള പെൺകുട്ടി നമ്മുടെ ഇവിടുത്തെ പെൺകുട്ടിയുടെ അതേ വേഗത്തിൽ തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. മനസ്സിലായ? അല്ലാതെ കേരള സ്ട്രെസ്, ചൈന സ്ട്രെസ് അങ്ങനെയൊന്നുമില്ല. അവിടെയുള്ള സ്ട്രെസ് തന്നെയാണ് ഇവിടെ. അവിടെ സ്ട്രെസ് ഹഗ് ചെയ്താൽ മാറും, ഇവിടെ മാറും. സ്ട്രെസ് എല്ലാവർക്കും ഒരുപോലെയാണ്. ഇത് ഭൂഖണ്ഡാനന്തര മിസൈൽ പോലെയാണ്. എവിടെ വീണാലും അവിടെ വീണ് പൊട്ടും. നിങ്ങളുടെ ഈ വലിയ ഡയലോഗും സാഹിത്യം കൊണ്ടൊക്കെ കസ്റ്റമേഴ്സ് വരുമോ മനുഷ്യ? ഈ കസ്റ്റമേഴ്സ് ഉറപ്പായിട്ട് വരും. ഞങ്ങളെ നമ്മൾ ബിസിനസ് ഐഡിയ ഉള്ള ആൾക്കാര്, മനസ്സിലായ? അല്ലല്ല, ഞാൻ ഐഡിയ ഉള്ളവൻ. ഞാൻ പറഞ്ഞു തന്നിട്ട് നീ ചെയ്യണം. ഓ, അളിയൻ ഐഡിയ ഉള്ള ആള് തന്നെ. എന്തിനാട്ടെ ഒന്ന് പറയട്ടെ. അതായത് ഐഡിയ ഉള്ള ആൾക്കാർ ചിന്തിക്കുന്ന അതിലൊരു എക്കണോമിക്കൽ സൈഡ് ഉണ്ട്, അതാണ് ചിന്തിക്കുന്നത്. പക്ഷേ ഞാനിതൊരു എക്കണോമിക്കൽ ലോസേ കണ്ടിട്ടുള്ളൂ. അതാ പ്രശ്നം. നീ ഇതുവരെ കഴിഞ്ഞതൊക്കെ പോട്ടെ,
ഞാൻ ഇതിന്റെ ഒരു ഐഡിയ നിനക്ക് പറഞ്ഞു തരട്ടെ. ഇപ്പൊ നമ്മൾ അവര് ഈ സായിപ്പന്മാര് ഈടാക്കണമാതിരി 600 രൂപ ഒന്നും വേണ്ട നമുക്ക് 5 മിനിറ്റിന്. എന്തിന്? നമുക്കൊരു 300 രൂപ, ഓൺലി 300. ആ 300 രൂപ വെച്ച് ഒരു മണിക്കൂറിൽ 3600 രൂപയാണ് കിട്ടാൻ പോകുന്നത്. 10 മണിക്കൂർ പണിയെടുത്ത 36,000 രൂപയാണ് കിട്ടാൻ പോണത്. മനസ്സിലായ? അതില് എന്റെ 40. അളിയന്റെ അളിയൻ ഇങ്ങനെ ആക്രാന്തപ്പെടില്ല. ആദ്യം ഇതൊന്ന് സെറ്റ് ആവട്ടെ. ഞാൻ ആക്രാന്തം കാണിക്കും, കാരണം ഇത് എന്റെ ഐഡിയ. സമ്മതിച്ച് നടക്കൂലൊന്ന് ആദ്യം നോക്കട്ടെ, നല്ല വല്ലതും തരാൻ പറ്റും. അങ്ങനെയാണെങ്കിലേ ഇത്രയും പ്ലാൻ ഒക്കെ ചെയ്ത് സ്ഥിതിക്ക് എനിക്കൊരു സജഷൻ മുന്നോട്ട് വെക്കാനുണ്ട്. നല്ല കാര്യം. അത് നല്ല കാര്യം അല്ലെ? വരുമാനമൊക്കെ കിട്ടാനുള്ള പരിപാടിയാണ്. അത് ഈ 1 മണിക്കൂറിനല്ലേ ഇപ്പം റോയ്സ് പറഞ്ഞേ? അതെ. ഈ 1 മണിക്കൂറിനുള്ളത് നമുക്കൊരു 1.25 മണിക്കൂറിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഈ 36,000 രൂപ എന്നുള്ളത് ഒരു ദിവസത്തെ വരുമാനം ഒരു 40,000 തികച്ചൂടെ? നല്ലൊരു ഐഡിയ അല്ലേ? ഐഡിയ നല്ലതാണോന്നല്ല. ഞാൻ എന്താ റോബോട്ടാണോ സ്വിച്ച് ഇട്ട ഉടനെ തന്നെ പ്രവർത്തിക്കാൻ? അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഇത് വികാരപരമായിട്ട് ചെയ്യേണ്ട പണിയാണ്. മാത്രമല്ല ഞാനിങ്ങനെ കെട്ടിപ്പിടിച്ച് എന്റെ കൈക്ക് നീര് വീണുണ്ടെങ്കിൽ ഹെൽത്ത് ഈസ് വെൽത്ത്, അത് നോക്കിയേ പറ്റുള്ളൂ എനിക്ക്. ഹെൽത്തിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല വായിച്ചാ, പ്രശ്നമില്ലാന്നേ. നമുക്ക് കയ്യില് നീക്കിരിപ്പ് എന്തെങ്കിലും വേണ്ട അല്ലേ? അത് വേണം. ഈ നീക്കിയിരിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെലവ് എന്ത് ചെലവുണ്ടെന്നാണ്? രാവിലെ ഒന്ന് കുളിക്കണം, ഇച്ചിരി സോപ്പ് ചെലവ്, അത് കഴിഞ്ഞിട്ട് ഒരു ഷർട്ട് ഇടണം, ഒരു ബോഡി സ്പ്രേ അടിക്കണം, ഇതെല്ലാം കൂടി ചെലവുള്ളൂ. ഇല്ലാത്ത ശീലങ്ങളാണെങ്കിൽ അതൊക്കെ ചെയ്യണം. ഇതാണ് റോയ്സിന് ഒരു ഇമാജിനേഷൻ ഇല്ല എന്ന് പറയുന്നത്. ഇമോഷൻ മാത്രമേ ഉള്ളൂ. ഇപ്പൊ റോയ്സിനൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. നമ്മൾ 1 മണിക്കൂറില് 5 മിനിറ്റ് വെച്ചിട്ട് ഒരു 12 വരെ കെട്ടിപ്പിടിക്കാം അല്ലേ? പിടിക്കാം, അല്ലേ? നോ പ്രോബ്ലം. അപ്പൊ ഒരു 11 മണിക്കൂർ ആകുമ്പോ 135 പേരായി. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഈ 135 പേരെ ഡെയിലി ഇങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 70 പേരെ നമുക്ക് നമ്മുടെ ഹാളിൽ ഇരുത്തണം. അതായത് ആ ഹാൾ ഒരു 1000 സ്ക്വയർ ഫീറ്റ് എങ്കിലും വിസ്തീർണമുള്ള ഒരു ഹാളായിരിക്കും. അപ്പൊ അവരാ ഇരുത്തുന്ന സമയത്ത് അവർക്ക് ഇരിക്കാനുള്ള ചെയർസ് വേണം. അവര് മനുഷ്യരല്ലേ, വെള്ളമായിക്കില്ലേ, വെള്ളം വേണം, കുറച്ച് സ്നാക്സ് എന്തെങ്കിലുമൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യണ്ടേ. അപ്പൊ സ്നാക്സ് വേണം. ഇവരെ മാനേജ് ചെയ്യാനായിട്ട് ഒരു 3-4-5 സ്റ്റാഫ്സ് എന്തായാലും അതും കൂടും. പിന്നെ ഉറപ്പായിട്ടും കൂടും. അത് വേണം. പിന്നെ ഇപ്പൊ ഇലക്ട്രിസിറ്റി ബില്ല് വരും. അത് ഇല്ലാണ്ട് പറ്റൂല്ലോ. ശരീരം ചൂടാവണ പണിയാണ്. AC ഇല്ലാണ്ട് പറ്റില്ല. AC വേണം, ഫാൻ വേണം, അപ്പൊ ഇലക്ട്രിസിറ്റി. അപ്പൊ ഇതെല്ലാം കൂടെ കണക്ക് കൂട്ടിയിട്ട് 25,000 രൂപ ചെലവ് വരും. അതില് ബാക്കി 15,000 രൂപ മാത്രമാണ് നമ്മുടെ കയ്യിൽ വരുന്നത്. എന്തായാലും ഞാനൊരു കാര്യം പറയട്ടെ, 15,000 രൂപയെങ്കിലും ബാക്കി വരുമല്ലോ. അപ്പോഴും മാസം ഒരു 4 ലക്ഷം രൂപ വരുമാനമല്ലേ? അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. എന്റെ മനക്കണക്കിന്റെ മനഃശാസ്ത്രം ബുക്ക് ഞാൻ എഴുതിയത് വായിച്ചിട്ടുണ്ടോ? ഇല്ല, വായിച്ചിട്ടില്ല. ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. നന്നായി. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ 4 ലക്ഷം രൂപ മാസം വരുമാനം വരും, അത് ഉറപ്പാണ്. നിങ്ങൾ അതിനെ കുറിച്ച് ടെൻഷൻ അടിക്കില്ല. പക്ഷേ ഇൻവെസ്റ്റ്മെന്റിനുള്ള പൈസ എവിടെ നിന്ന്? അതാണ് പ്രശ്നം. അതിന് വഴിയുണ്ട്. എന്ത്? നമുക്ക് മറ്റേ വീട് വാങ്ങിക്കാൻ 10 ലക്ഷം രൂപ തരാന്ന് പപ്പ പറഞ്ഞില്ലേ? പണ്ട് പറഞ്ഞു. സെറ്റ് അത് ഞാൻ വാങ്ങിക്കാം. കിട്ടുവോ? ഭാര്യ ഇങ്ങനെ വേണം. എന്റെ റോയ്സിന് ഞാനൊരു ബിസിനസ് ടൈക്കൂൺ ആക്കിയിട്ടേ ഉള്ളൂ. ബാക്കി കാര്യം എന്തൊരു കൂണാക്കാണ്. ബിസിനസ്സില് വലിയൊരാളാക്കുമെന്ന്. അതാണോ? അത് ഓക്കെ, അത് നമ്മൾ ആവുമല്ലോ. അത് പൈസ തരൂടി. പണ്ട് തന്ന 17 ലക്ഷം രൂപ ഓരോ ബിസിനസ് ചെയ്ത് വെള്ളത്തിലാക്കി കൊടുത്തതാണ്. ഈ നശിച്ച സാമൂഹ്യ വ്യവസ്ഥയാണ് കാരണം. നശിച്ച സാമൂഹ്യ വ്യവസ്ഥയാണ് തൊട്ടടുത്തിരിക്കുന്നത്. അത് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നോട്ട് നിരോധനമൊക്കെ എനിക്ക് നേരത്തെ പ്രവചിക്കാൻ പറ്റും. അതൊക്കെ ഉണ്ടാവും. ലാഭം വരും. കച്ചവടം അല്ലേ, പോവും വരും, അതൊക്കെ ഉണ്ട്. അതൊക്കെ പോട്ടെ. എന്താണെങ്കിലും ഇപ്പൊ ഇനി വരാനുള്ള വഴി ഉണ്ടല്ലോ വന്നിരിക്കുന്നേ. അപ്പൊ പിന്നെ അത് നോക്കണ്ട. നീ എത്രയും പെട്ടെന്ന് അതിനുള്ള ഒരു വഴി നോക്ക്. അപ്പനോട്ട് തന്നെ വിളിക്കോ? പപ്പയുടെ അടുത്ത് കാശൊക്കെ വാങ്ങിച്ചു തരാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. അതായത് അത് ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങള് ഹഗ്ഗിങ് സ്റ്റേഷൻ തുടങ്ങാൻ പോവല്ലേ? അതായത് ഹഗ് തെറാപ്പി. അത് നമ്മൾ 2 പേരും കൂടി ചെയ്യും. നമ്മൾ 2 പേരും കൂടി ചെയ്യുന്ന? നമ്മൾ 2 പേരും കൂടിയാണല്ലോ തുടങ്ങുന്നത്. പാർട്ട്നേഴ്സ്, ബിസിനസ് പാർട്ട്നേഴ്സ്. അതായത് ഒരു ക്യാബിൻ ഉണ്ട്. അതിന്റെ അതേപോലെ തന്നെ ഇപ്പുറത്തൊരു ക്യാബിൻ ഇട്ടിട്ട് ഞാനും അല്ലല്ല, ഞാൻ ആണുങ്ങളെ ഹഗ് ചെയ്യും. 15,000 രൂപ എന്നുള്ളത്
നമ്മള് എന്താക്കും ഇരട്ടിയാക്കും. എന്റെ വകുപ്പിലാവുമ്പോ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി അധികം ആൾക്കാർ വരുന്നു അല്ലേ? അല്ലല്ല ഞാനേ അതെ ഒരു മിനിറ്റ്, അതിന്റെ ആവശ്യമില്ല. ഞാൻ ഹഗ് ചെയ്ത് കേറാം, പയ്യെ പയ്യെ കേറാം. ഉക്രൈൻ ഉഗാണ്ടയിലൊക്കെ അങ്ങനെയാണ്. അതല്ലാത്ത മറ്റു രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾ ആണുങ്ങളെ ഹഗ് ചെയ്യുന്നത് ഞാൻ വായിച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞത് കേൾക്കാം. ഇല്ല റോയിച്ച, ഇതാണ് ഏറ്റവും ബെസ്റ്റ് ഐഡിയ. ഇതെന്താ പറയുക, ആണുങ്ങൾ സ്ത്രീകളെ ഹഗ് ചെയ്താലാണ് മറ്റേ കോർട്ടിസോൺ കൂടിയിട്ടൊക്കെ കുറയണത്. അല്ലാതെ ഒന്നുമല്ല, പെണ്ണുങ്ങള് ആണുങ്ങളെ ഹഗ് ചെയ്യുമ്പോഴാണ് ഏറ്റവും നല്ല ബിസിനസ്. ചുമ്മാ ഇത് വെനിസ്വല, ഉഗാണ്ട, ഉക്രൈൻ അവിടെയൊക്കെ ഇങ്ങനെയാണ്. ആണുങ്ങളാണ് നിങ്ങൾ പറഞ്ഞ രാജ്യങ്ങളില്ലേ, അതല്ലാത്തടത്ത് മറ്റു മെജോറിറ്റി രാജ്യങ്ങളിൽ പെണ്ണുങ്ങൾ ആണുങ്ങളെയാണ് കൂടുതൽ ഹഗ് ചെയ്യുന്നത്. ഞാൻ പറയണത് എന്താന്ന് പറയുമ്പോ നമുക്കിതൊരു തുടക്കമാണ്. ഞാൻ ഹഗ് ചെയ്ത് കയറാം. അത് കഴിഞ്ഞിട്ട് ആവശ്യം വരികയാണെങ്കിൽ പോരെ. നിങ്ങൾ ഒന്ന് പറ, ശരിക്കും ഞാൻ ചെയ്യുമ്പോഴല്ലേ കുറച്ചും കൂടി ബിസിനസ് അല്ലേ? എനിക്കാണെങ്കിൽ ഇതിനെ നന്നായിട്ട് ഹഗ് ചെയ്യാൻ അറിയാം. ഇത് നടക്കില്ലട്ടോ, ഇത് വേണ്ടത്. അത് പറ്റില്ല. എനിക്ക് ബിസിനസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ജെയ്ക്ക്. ഞാനിത് ചെയ്തേ പറ്റൂ. ഞാൻ ആണുങ്ങളെ ഹഗ് ചെയ്യും. ഓക്കെ, ഞാൻ പപ്പേനെ വിളിച്ചിട്ട് പൈസ വാങ്ങിച്ചിട്ട് ഞാൻ പറയട്ടെ. ഓക്കെ ജെയ്ക്ക് ഓക്കെ അല്ലേ? ഒന്ന് മനസ്സിലാക്കും. അല്ല ഞാൻ പറയട്ടെ, ഒരു മിനിറ്റ് റീജ, നീ ഭാഗ്യവാനടാ. നീ ഇന്ന് വരെ ഒരു ജോലി ചെയ്ത് ജീവിച്ചു, അപ്പോഴും നിന്നെ അവളാണ് നോക്കിയത്. ഇപ്പൊ ജോലി ചെയ്ത് ജീവിക്കാന്ന് പറഞ്ഞപ്പോഴും അത് വേണ്ട, അവള് നിന്നെ നോക്കിക്കോളാന്ന് പറഞ്ഞു. ഇതൊക്കെ ഒരു പുണ്യമാടാ. എന്ത് പുണ്യം. എന്റെ വീട്ടിലുണ്ട് ഒരു ഭാര്യ, രാവിലെ എണീച്ച് പോകും സ്കൂളിലോട്ട് പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടി. എന്തിനോ എന്തോ എനിക്കാണെങ്കിലാ വല്ലവന്റെയും കേസിൽ തന്ന് തലയിട്ട് അവരെ തമ്മിലടിപ്പിച്ച് വാദിച്ച് പൈസ കിട്ടിയാ കിട്ടി, ഇല്ലെങ്കിൽ ഗോവിന്ദ. എടാ നീ ഒരു കുടുംബ കോടതി വക്കീലല്ലേ? എന്തോന്ന് വക്കീലടാ, കയ്യില് പൈസ ഉണ്ടായിട്ടേ കാര്യമുള്ളൂ, ഇല്ലെങ്കിൽ വക്കീലും ജഡ്ജും ഒക്കെ കണക്ക് തന്നെ. എന്തോ നീ പറഞ്ഞു വരുന്നത്? എടാ നമുക്കൊരു ഹഗ്ഗിങ് സ്റ്റേഷൻ തുടങ്ങാം അവളെ വെച്ച്. അതൊന്നും ശരിയാവില്ലടാ. എടാ നീ തുടങ്ങാൻ നിന്നാ അവള് സമ്മതിക്കൂല. നിങ്ങൾ രണ്ടുപേരും കൂടെ തുടങ്ങിയാൽ അത് മാനേജ് ചെയ്യാൻ ആള് കാണൂല. അതുകൊണ്ട് ഇപ്പൊ അവള് സമ്മതിച്ചില്ലേ, അതുകൊണ്ട് അവളെ വെച്ച് നമുക്ക് ഒരു ഹഗ്ഗിങ് സ്റ്റേഷൻ തുടങ്ങാം. എടാ കല്യാണം കഴിഞ്ഞ് ഇത്രയും വർഷമായില്ലേ, അവൾ ഇപ്പോഴും സുന്ദരി തന്നെയില്ലേ, അവള് ഹഗ് ചെയ്യട്ടടാ. നീ എന്താണോ ഉദ്ദേശിക്കുന്നത്? എടാ കയ്യിലുള്ള അസറ്റ് വെച്ച് ക്യാഷ് ഉണ്ടാക്കാൻ നോക്കടാ. ഇവനും പട്ടാണെന്ന് തോന്നുന്നു. ഐഡിയ പറഞ്ഞു കൊടുത്തിരുന്നാലും ഇങ്ങനത്തെ ഐഡിയ ഉണ്ടോ നീ പറഞ്ഞത്? നീ നന്നാവത്തു. വീട്ടിൽ കയറി കാലം വിട്ടു. അവനെ ഓടിച്ചു വിട്ടോ. നിന്നറിഞ്ഞ അവനെ കൊന്നേനെ ഞാൻ. അവൻ അമ്മാതിരി ഡയലോഗ് അടിച്ചിട്ട് പറയാൻ പാടാത്ത ഡയലോഗ് എന്നോട് പറയുന്നേ. അയ്യോ, അപ്പൊ നമ്മുടെ ബിസിനസ് മണ്ണാങ്കട്ടം അതൊന്നും വേണ്ട. ഞാൻ പപ്പനോട് പറഞ്ഞു, പപ്പ 10 ലക്ഷം 15 ലക്ഷം രൂപ തരാന്ന് പറഞ്ഞു. പപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ബിസിനസ് ഐഡിയ. 15 അല്ല 150 കോടി തരാന്ന് പറഞ്ഞാലും നമുക്ക് ആ ബിസിനസ് വേണ്ടടി. അത് ശരിയാവത്തില്ല. നീ ഹഗ് ചെയ്ത് കൊണ്ടുവന്ന പൈസ കൊണ്ട് ഭക്ഷണം കഴിച്ചാ എനിക്ക് ഭക്ഷണം ഇറങ്ങൂടി എന്റെ തൊണ്ടേന്ന്. എനിക്ക് പറ്റുമോ? ഇറങ്ങത്തില്ല. ശരിക്കും ആലോചിച്ചിട്ട് പറഞ്ഞാണോ? ശരിക്കും ആലോചിച്ചിട്ട് തന്നെ പറഞ്ഞു. നേരെ കാര്യം പറയട്ടെ, ഈ ലോകത്തുള്ള എല്ലാ ഭർത്താക്കന്മാർക്കും ഉണ്ടല്ലോ ഭാര്യമാരോട് തോന്നുന്ന ഒരു പൊസസീവ്നെസ് ഇല്ലേ, അത് എല്ലാ സ്നേഹമുള്ള ഭാര്യമാർക്കും ഭർത്താക്കന്മാരോടും തോന്നും. ഇപ്പൊ മനസ്സിലായ? എന്ത് മനസ്സിലായി? ഹഗ്ഗിങ് സ്റ്റേഷൻ ഓക്കെ അല്ലേ? അപ്പൊ ആ വിഷമത്തിനേ ഒരു കാര്യം ചെയ്, ഒരു ഹഗ് എനിക്ക് തന്നോ. പറഞ്ഞിട്ട് പോയി പോട്ടെ, സാറി അളിയനെന്ത് തിക്കുറിച്ച് ഇരിക്കണ വരെയൊക്കെ ചെയ്യുന്നത്, മിമിക്രി പഠിക്കുന്നുണ്ട്. അതിനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, നിനക്ക് അയച്ചു തന്നത്. ചെയ്യാൻ അയച്ചാ ആർക്ക്? എടാ പിന്നെ ഞാൻ വാട്സാപ്പിൽ നിനക്ക് എന്തോന്നു ഇപ്പൊ നീ വായിച്ചതെന്ന് തോന്നുന്നു. കുടുംബക്കാരെ കൊല്ലൂടെ? എടാ ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമാണ്. നീ നിന്റെ ഭാര്യയായിട്ട് തുടങ്ങുമ്പോ അന്നേരം വൈഫിനെ കൊണ്ട് തുടങ്ങിക്കോ. ഇത് ഞാനും എന്റെ വൈഫും തമ്മിലുള്ള പ്രശ്നമാണ്.
ഓക്കെ അത് കഴിയുമ്പോഴത്തേക്കും കുറച്ച് ഇത് കഴിയുമ്പോഴത്തേക്കും ഇത് ചെയ്യാലോ. കയ്യിലുള്ള അസറ്റ് വെച്ച് പൈസ ഉണ്ടാക്കാൻ നോക്കടാ. എനിക്കൊരു ചെറിയ ഗ്യാപ്പ് കിട്ടി കൈ ഇങ്ങനെ എടുക്കുന്നു അതായിക്കോളും.